മേഘ വീട് മാറി ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആവണമാണോ നല്ലത്, അത് അവള് ഇങ്ങനെ മാറി നിൽക്കണ? അബിയെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഏത് അബിയെന്ന് കൂടെ പറഞ്ഞു? ഈ അബിയെ ശല്യപ്പെടുത്തില്ല. ഈ അബി എന്ന് പറയുമ്പോ ഞാൻ പറയണം, മനസ്സിലായി? അതുകൊണ്ട് ഒരു ഇത് അധികാരത്തെ എഴുന്നേറ്റ് മുന്തി കാട്ടി സെന്റ് മേരീസിൽ പഠിച്ചവരാണ്. മറ്റേ പൂമുകളാ? ഏത് മുകള്? ഗൈസ്, അപ്പിജാർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരി മേഘയുടെ വീട് പാലിയേക്കാണ്. അപ്പൊ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയെന്നല്ല, കുറെ ഓട്ടത്തിലായിരുന്നു. ഫ്ലാഷ് ബാക്ക്. അവസാന രാത്രി എന്താ എന്റെ അവസാന രാത്രി സമാധാനത്തോടെ എല്ലാം കഴിഞ്ഞു. ഇവക്ക് തന്നെ വല്ല പുണ്ണാക്ക് അറിയാമോ? നിനക്ക് പണി അറിയാമോ? നിനക്ക് ആദ്യം കേട്ടാ. ഇന്ന് പുതിയ വീട്ടിലല്ലേ? രാത്രി എങ്ങനെ? ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകണം, അതും കുറച്ചേ ഉള്ളൂ. ഓ മേഘ പുതിയ കലമൊക്കെ മേടിച്ചടി വരും. അതിന് എനിക്ക് ഒരു വയറുവേനക്കുള്ള ഒരു ഗുളിയും കൂടെ വാങ്ങിച്ചു വെച്ചേക്കണം കേട്ടോ. അല്ല, നീയല്ലേ ഫുഡ് ഉണ്ടാക്കാം. മേഘയുടെ ഫുഡിനെ പറ്റി എന്താണ് അഭിപ്രായം? പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് മൊത്തം ഉണ്ടാക്കും. അരി ഇടാൻ എനിക്ക് അറിയത്തില്ല, അത് ഞാൻ ഇനിയിപ്പോ എണ്ണി അമ്പലത്തിൽ എവളെ വിളിക്കല്ല അന്നദാനത്തിനൊക്കെ ഫുഡ് ഉണ്ടാക്കാം അല്ലേ? എത്ര പേര്? എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാറ്, അവിയൽ ഉണ്ടാക്കാറ്, തോരൻ ഉണ്ടാക്കാറ്, മെഴുക്കോറ്റ ഉണ്ടാക്കാറ്. ഇതെല്ലാം ഉണ്ടാക്കാൻ ആദ്യം എന്ത് വേണം? ഗ്യാസ് വേണം. അത് ഗ്യാസ് അല്ല, ഇനിയും വേണം. എന്തിനാണ്? പാത്രം വേണം, പിന്നെ സ്റ്റൗ വേണം, പിന്നെ കൈ വേണം, പിന്നെ കുണ്ടി. കഴിഞ്ഞാടി പാത്രം ഉണ്ടാക്കാൻ നമ്മുടെ ആദ്യം ഒന്നുമില്ലെങ്കിൽ ഇതൊരു 5 ബോക്സ് ഇതുപോലത്തെ വാങ്ങിച്ചു കൊടുത്താൽ അവള് ജീവിക്കും. ലിപ്സ്റ്റിക് എന്തെങ്കിലും ജീവിക്കും. ഫുഡ് വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. 5 ഇതുപോലത്തെ ലിപ്സ്റ്റിക് കുറച്ച് മേടിച്ചു കൊടുത്താൽ സുഖം, എനിക്ക് സമാധാനം. അല്ല, ഇനിയിപ്പം വീട്ടിൽ ചെല്ലുമ്പോ ഇനി പച്ചക്കറി ഒന്നും ആയിരിക്കും, ഓരോ പാത്രം തരം മേക്കപ്പ് സെറ്റ് ആയിരിക്കും അല്ലേ? തിന്നാൻ തരുന്ന 2 മേക്കപ്പ് ലിപ്സ്റ്റിക്. കണ്ടോ ഈ ലിപ്സ്റ്റിക്? ഞാൻ കുളിച്ച് അപ്പിയിട്ട് നൈക്കയുടെ വാട്ടർ പ്രൂഫ് അമ്മ വെച്ചാലും എന്നാ ഒരു ഉമ്മ നോക്കട്ടെ. ഞാൻ തരും. ജയദേവ് വരും. ജയദേവിന്റെ വണ്ടിയിലേക്ക് കയറ്റി സാധനങ്ങൾ നമുക്ക് മേഘയുടെ പുതിയ വീട്ടിലോട്ട് പോകാം. അങ്ങനെ 800 നമ്മുടെ താര രജ കാലിൽ ആണി കയറിയവനെത്തി. ക്ലാസ് പറ വണ്ടി കയറ്റിട്ട് വാ ഇവിടെ റിവേഴ്സ് കയറ്റിട്ട്. കാല് കുറഞ്ഞാണോ നിന്റെ? അവന്റെ കാലിൽ ആണി പൊത്തേറി. ഗായ്സ് കാണിച്ചു തരാം. വരട്ടെ നേരെ മതി. നിന്റെ എവിടെ ആണി കയറി കൊണ്ടത്? എവിടെ കാണിരി? കിഴങ്ങ് അതിന്റെ ഇടയിൽ കൂടെ ഷൂ കൂടെ എടുത്തിട്ടുണ്ടോ? കുത്താൻ പറ്റില്ല കാല്. ഇപ്പൊ നമ്മള് റേഷൻ കടയിലൊക്കെ മില്ലിൽ ഇപ്പൊ പൊടിക്കാൻ നിർത്തുമല്ലോ, മുളക് പൊടിയൊക്കെ അടിക്കുന്നത്. പുതിയ പൗച്ചൊക്കെ വാങ്ങിച്ചാ? ഗ്ലാസ് എടുത്ത് പാൻറ് വാങ്ങിക്കണെങ്കിൽ എന്റെ ഇവിടെ കുടുംബനായി. ഇവിടെ ഒരു വയ്യാത്തൊരു പയ്യൻ എന്താ വന്നതാ? ഞാനാ? ഞാൻ ഗ്ലാമർ എന്നാ? നീ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഞാൻ ഗ്ലാമർ അല്ലേ? ഏത്
ഞാൻ ഗ്ലാമർ അല്ലെന്നറാ. മേഘ വീട് മാറി ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആവണാണോ നല്ലത്, അത് അവള് ഇങ്ങനെ മാറി നിൽക്കണ അബിയെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. ഏത് അബിയെന്നും കൂടെ പറഞ്ഞു. ഈ അബിയെ ശല്യപ്പെടുത്തില്ല. ഈ അബി എന്ന് പറയുമ്പോൾ ഞാൻ പറയണം, മനസ്സിലായോ ഗൈസ്? അങ്ങനെ നമ്മൾ ഈ വീടോട് മേഘ വിട പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ മേഘ ഇനി പുതിയ ജീവിതം, ഇനി മേഘ പുതിയ ജീവിതത്തിലോട്ട് പോവുകയാണ്. എന്താണ് പറയാ? പറ, എന്താണ് നിങ്ങളുടെ ഇതിന്റെ കോമഡി എന്തിനാണെന്ന് അറിയാമോ? രണ്ടുപേരും രണ്ടിടത്താണ് താമസിക്കുന്നത്. വല്ലപ്പോഴും എവിടെ നിന്ന് റൂം എടുക്കും. ഞങ്ങൾക്ക് സംസാരിക്കണ്ടേ? ഇതിലെല്ലാം ബുദ്ധിപരമായ ഐഡിയ കൊണ്ടുവന്നത് ഇവനാണ്. ഇവനാണ് ഞങ്ങളുടെ അപ്പൻ. ഇവനിൽ നിന്നാണ് ഞങ്ങൾ എല്ലാം അറിയുന്നത്. ഇവനാണ് മുത്തപ്പൻ. അപ്പനെ കാണണം. ഞങ്ങളുടെ അപ്പന്റെ അപ്പനാണ് ഇവൻ. ഇവനാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ. ഞങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നത് ഇവനാണ്. ഞങ്ങൾ എന്താണ് നീ പറഞ്ഞത്? അങ്ങോട്ട് തിരിച്ച് ഈ കാണുന്നവനാണ് ഞങ്ങൾക്ക് ഹോട്ടൽ റൂംസ്, ഓയോ റൂംസിന്റെ എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. നീ അപ്പൊ നമ്മളിവിടെ ഇപ്പൊ കുറച്ചു നേരത്തെ അവളെ വീട്ടിലെ ഇവിടെ പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരെ ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ പാലേച്ചി ഞങ്ങൾ പോവുകയാണ്. ഞാനിപ്പോ അവിടെ വീട്ടിലാക്കിയിട്ട് എന്റെ വീട്ടുകാരെല്ലാം അങ്ങ് പോയി. അവിടെ പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. ഞാൻ നേരെ ഇപ്പൊ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. അങ്ങനെ മേഘയുടെ വീടെത്തി. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വീടെടുത്ത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. സെക്കൻഡ് കാണിച്ചില്ല. കാവിലെ ഭഗവതി എന്നൊക്കെയാണ് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ കാണിച്ചില്ല കേട്ടോ. കേട്ടോ എൻ്റെ അടുത്ത് പറയല്ലേ, കാവിലെ ഭഗവതി എന്ന്. കാവിലെ ഭഗവതിയോട് ഹായ്. ഇതാണ് കാവിലെ ഭഗവതി. ഇതൊക്കെ ഇപ്പൊ മുണ്ട കൊടുത്തത് വേറെ ഒരാളെ കാണിച്ചാൽ ഇവിടെ ഭയങ്കര ഒരുക്കം. മൂക്കുത്തി ഇതാരും വെച്ചാ ഓ വാസസ്ഥലം. എന്റെ ഭർത്താവ് ജീവിക്കാൻ പോകുന്ന ഞാനാ. നീ പിന്നെ എന്നെ വിളിച്ചതിന് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. അച്ഛന്മാരെ വിളി, രണ്ട് അച്ഛന്മാരെ വിളി. അച്ഛാ വാ അച്ഛാ. അത് കിട്ടില്ല, അത് അവൾ ഓള് ചെയ്തു. നിന്നെക്കാളും മൂത്തോ? മോനെ എത്ര വെച്ചാൽ മതി. ഒന്നുകൂടെ കിച്ചണിൽ കയറാറില്ലെന്ന് മനസ്സിലായപ്പോ ഞാൻ പട്ടിണിയാണ്. ഇവിടെ നിൽക്കേണ്ടി വരും.
ഇതെങ്ങനെ ഇവിടെ പൊങ്ങിയിടാൻ നിൽക്കണേ നേരെ നിൽക്കണം, കളയരുത്. കളഞ്ഞ് ഇപ്പൊ ഞാൻ പിടിച്ചോളാം. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചോറ് കല വെക്കാം, കല വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളക്കുമ്പോ അരിയണം. കരി വേണ്ടേ അപ്പൊ? അരിയോട് കരിയില്ലല്ലോ, കല കഴുകിയില്ല. കല കരിയാണ് വെച്ചേക്കുന്നത്. പക്ഷെ അതിന് സ്റ്റൗ ഒന്നുമില്ലല്ലോ, ഗ്യാസ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിന് ഇവിടെ ഗ്യാസ് ഇല്ല. ആരെങ്കിലും പച്ചരി പഠിക്കണം ഞാൻ പറഞ്ഞിട്ട് പോയി മാറി. ഉച്ചകൂടെ വെളിയിൽ നമ്മളവിടെ തെയ്യത്തിന് പൊറി തരുന്നത് മഞ്ഞപ്പൊടി എല്ലാവരും സെറ്റ് അതിന് എങ്ങനെയാ ആലോചിക്കുമായിരിക്കും. പവർ ഡൗൺ, പവർ ഡൗൺ. ഞാൻ കാര്യം പറയട്ടെ, കുറച്ച് വെള്ളം ചേർക്കണം. ഞാൻ കുടുംബനാഥ രാവിലെ ചേച്ചി ഇനി എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി തരും. വെറൈറ്റി ഫുഡ്. എനിക്ക് 2 പിള്ളേരുണ്ട്. അല്ല എനിക്ക് നോൺ വെജ് ആണ് കൂടുതൽ. ശരി, എന്താണെന്ന് പറ. സൂപ്പർ. പഞ്ചസാര, ഉപ്പും പഞ്ചസാര തിരിച്ചറിഞ്ഞു. അതാണ് പഞ്ചസാര. ഉപ്പെന്നല്ലേ ഞാൻ പറയുന്നത്. എനിക്കറിയാം. ശരി, ഇതെന്താ? ഈ ഞെട്ട് പോലെ മഞ്ഞപ്പൊടി ചായ ഇടില്ലല്ലോ മോനെ. ചായ ചായ തീർന്ന്. ഞാൻ അവിടെ ബുക്ക് ചെയ്ത് ഫുഡ് ഞാൻ എപ്പോഴും കഴിക്കാനുണ്ടാവുന്ന പറഞ്ഞു. ഒന്നും വേണ്ട, നേരെ അവിടെ തുടങ്ങി താഴെ തട്ടാം. അല്ലല്ല, ഞാൻ എപ്പോഴും ഷോപ്പ് ഞാൻ അവിടെ പറഞ്ഞു ഞാൻ മാറി എന്നുള്ള ഫുഡൊക്കെ പറഞ്ഞു. ഇത്ര സ്പീഡിൽ അരി പിടിക്കും. തിളച്ചിട്ട് കഴിക്കാൻ ആയില്ല. മറിയട്ടെ സൈഡ് നോക്കി. നമ്മൾ ഉദ്ദേശിച്ചവരല്ലേ കിഴക്കാണ് പറയേണ്ടത്. അതാ കിഴക്ക് കിഴക്ക് മറിച്ച് ഐശ്വര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം നേരത്തെ കണ്ട് പറഞ്ഞു. എല്ലാ വ്ളോഗിലും ഇതിന് എന്ത് ചെയ്ത്? ഇതെന്തോ സാധനം? അടുക്കള ഇട്ടോണ്ടിരിക്കണം. എടുത്തപ്പോഴേക്ക് കേട്ടോ. ഇത് തിളച്ചിട്ടേ എല്ലാവരും കടലാസിന് കൊടുക്കാം. ഇത് കടലാസിന് കൊടുക്കാം. കളക്കട്ടെ, നല്ല പ്രായം കഴിഞ്ഞു. പ്രായം കഴിഞ്ഞു. ഏത് ഷൂട്ടാണോ? അതേത് ഷൂട്ടാ? ഏതേലും വല്ല സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? ഇതൊക്കെയാണോ യൂട്യൂബിൽ വരുന്നത്? എല്ലാം യൂട്യൂബിൽ വരുന്നതായിരിക്കും. ഒരു കാര്യം നടക്കും. ശരിയാ, അവരാണല്ലോ എല്ലാം. നിനക്ക് പിന്നെ ആളുകൾക്ക് മനസ്സിലാവല്ലോ. ഇവരാരും ശരിയല്ല. ഞാൻ മാത്രം ഒളിച്ച് ഇവിടെ കുറച്ചെങ്കിലും എവളെ അപ്പാപ്പൻ കേട്ട് എവള് കുണ്ടി ചന്തി എന്നൊക്കെ പറയുന്നത്. വെച്ച് വെച്ചുള്ളതാണ്. തറ ഉറക്കുള്ള തുണിയാണ് ഇപ്പോഴും വെച്ച് വെച്ചു. 4 വർഷം പഴക്കമുള്ള ഡ്രസ്സാ. ഏതാ? അതാണല്ലോ പറയുന്നത്. ഡ്രസ്സിന് പഴമുണ്ട്. നമുക്ക് മാത്രം എനിക്ക് കാലം കൊടുത്തത്.
അവക്ക് മെച്ചൂരിറ്റി ഉണ്ടെന്ന് എന്ത് പറയുന്നു നമുക്ക് വെച്ചിട്ടുണ്ട് എന്ത് പറയുന്നു കോമഡി ഒക്കെ എന്താണത് രസം സാമ്പാർ. ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് പറ എന്താന്ന് വലിയ പ്രശ്നമാണ് ഗ്രേവിയാണ് ഗ്രേവി ചിക്കൻ ഗ്രേവി. വെജിറ്റേറിയൻ ഒരാൾക്ക് വേണമെന്നോ അപ്പൊ സാമ്പാറാണോ വരുന്നത് ഞാൻ പറഞ്ഞില്ല നീ പറഞ്ഞു ആ പൊട്ട അതുകൊണ്ട് ഒരു കമൊന്നും ഇത് രസം കൊല്ലക്കാരെ പറയിപ്പിക്കും. പപ്പടം ഉണ്ട് ഇവിടെ പപ്പടം ഇവിടെ അതിനെ കുറച്ചേ കാണത്തുള്ളൂ. പൂക്കുകയും ചെയ്യുമോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ പ്രേമം തരും. പ്രേമം തരും. അടാ ഒന്നുകൂടെ പറയടാ. ഓ പിന്നെ അധികാരത്തെ എഴുന്നേറ്റ് മുന്തിരി കാട്ടി മുന്തിരി സെന്റ് മേരീസിൽ പഠിച്ചവരാണ്. വിടരുകയും മാതള നാരങ്ങ പൂക്കുകയും ചെയ്യുമോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രേമം പറ. കേറി പിടിച്ചു. ഓക്കെ പിന്നെ വിഷയത്തിലോട്ട് അപ്പം ഇപ്പൊ പിന്നെ വിഷയല്ലേ പുതിയ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അതെ മേഘ ഭവനം കിട്ടാൻ പറ്റും. മേഘ വീട് സൂപ്പർ വീട്. മേഘ വീട് ആതിര എന്നിട്ടാണ് അഭിന് പേര് വേണോ എന്നാ മേഘ മേഘ അഭി വീടിന്റെ ഐശ്വര്യം അത് പോരെ മേഘ മാത്രം ഐശ്വര്യം. ശരിയാ മേഘ മാത്രം ഐശ്വര്യം മതി. അങ്ങനെ കാണിച്ച ഐശ്വര്യം തെറ്റിക്കൊണ്ടാ. ആ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. രാവിലെ എണീക്കണം. അത് നിനക്ക് ജോലി പോകുന്നുണ്ട്. അത് ഏതോ ഒരു തൊലിക്ക് റീല് സേവ് എന്നിട്ട് മറ്റേ ഇത് മറ്റേ പൂമുകളാ. ഏത് മുകള്? വെള്ളം അതിന്റെ സ്നേഹം തുളുമ്പാനാ. സൂക്ഷിച്ചു വെച്ചോണം. അഭിക്ക് കൊടുക്കരുത്. ജീവിച്ച് കാണിക്കണം. അപ്പൊ ഇതൊന്നും ഒരു വളർച്ചയല്ലേ? ഇല്ല ഇതൊന്നും ഒരു വളർച്ചയല്ലേ? പിന്നെ സ്ത്രീകൾക്ക് വീട്ടിൽ പ്രവേശനമില്ലാതെ ഒരു ബോർഡ് എഴുതി. അതെ അപ്പൊ കിട്ടി എന്താണ് പറയാനുള്ളത്? കരയില്ല. ഞാൻ വിളിച്ച എല്ലാ സ്ത്രീകളെ കേട്ടു. തെറ്റിദ്ധാരണയാണ്. അത് തെറ്റിദ്ധാരണയാണ്. വിഷയത്തിലിട്ട് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും കേറ്റൂല എന്നാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് വരാൻ കേട്ടോ. എനിക്ക് അതൊന്ന് ചെയ്യാം. അത് അത് നമ്മൾ പുരുഷനെ നമ്മൾ ദൈവമായി കാണണം. ആ കുറച്ച് കട്ട് ചെയ്യാൻ പാടുപെടും. ഇവിടെ ഇവർക്ക് ഒരു ട്രൈപോഡ് വെച്ച് പോയി കഴിഞ്ഞാൽ വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും.
ഓ എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസം ഇതൊക്കെ കേട്ട് നിനക്ക് എന്താണ് പറയാൻ എല്ലാരും കല്യാണം കഴിയണം കല്യാണം കഴിച്ച സുഖം കേണം 2.5 ഇഞ്ച് മെത്തേ കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനൊരു ശരിക്കും ഒരു കുടുംബിനെയാവും ഇനി ഇതൊരു സീരിയസ് ആവാൻ ചോദിച്ചു. സീരിയസ് ആവണം. സീരിയസ് ആയില്ലെങ്കിൽ കോമഡി ആയി പോകും. കാരണം ഇത്ര നേരം നമ്മൾ കളിച്ച് തിരിച്ച് നടക്കുമായിരുന്നു. എന്റെ മൂക്ക് കൊണ്ട് വെച്ചാൽ കൊള്ളു വിളിച്ചു. ശരി ഓക്കെ ശരി ഓക്കെ ഓക്കെ പറ. ഇനി ഇതൊരു സീരിയസ് ആവണോടാ. ഞാൻ രാവിലെ എഴുന്നേക്കണം, ഫുഡ് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഡിന്നർ ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, 4 മണിക്കുള്ള ചായ ഉണ്ടാക്കണം. ശരി, നിനക്ക് ഡ്യൂട്ടി സമയം എത്രയും കൂടെ പറഞ്ഞു കൊടുത്താണ്. അത് ഡ്യൂട്ടി സമയം പറയും ഇതിനകത്ത്. ഡ്യൂട്ടി മോർണിംഗ് ഈവനിങ് നൈറ്റും ഉണ്ട്. പിന്നെ ഇതിനകത്ത് എവിടെ സമയം നിനക്ക് കാപ്പി ഉണ്ടാക്കാൻ? ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കും. ഞാൻ വിളിക്കാം കേട്ടോ ചേച്ചി. ഫുഡൊക്കെ ഉണ്ടാക്കി. മക്കളെ, ഈ ചേച്ചിയെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? പറ. ചേച്ചിക്ക് 2 അഡ്വൈസോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറ ചേച്ചിയെ കുറിച്ച് പൊക്കി അടിക്കടി അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് കൊടുക്ക. നീ അങ്ങോട്ട് പറയടി പറയണമെന്ന്. ബുദ്ധിയില്ലാത്തതിനെ പറ്റി നമ്മൾ എന്താ പറയാനാണ്? ഡാഡി ഇങ്ങോട്ട് വരൂ, ഇവിടെ വരൂ. ഇതാണ് നമ്മുടെ മേഘയുടെ അച്ഛൻ. പറ. ഇതാണ് ഡാഡി. എന്നെ കുറിച്ച് 2 അഭിപ്രായം പറയാം. ഈ ഒരു അവന്റെ മാതിരി ഡാഡി ചെയ്തോളൂ. എന്റെ മോള് കുഴപ്പമില്ല, അവള് നല്ലൊരു കുടുംബിനിയാണ്. മോതിരം, മാല എല്ലാം കുടുംബിനി. ചോറൊക്കെ വെക്കാനൊക്കെ അറിയാം, എല്ലാ കറികളൊക്കെ വെക്കും, ചിക്കൻ കറി വെക്കും, എല്ലാം വെക്കും, കുഴപ്പമില്ല. പക്ഷെ ഗ്യാസ് എത്തിക്കാൻ തരാം. ഗ്യാസ് അറിയാം. ഇതല്ലേ ഇതല്ലേ ഇതറിയാലോ അല്ലേ? എന്റെ മീൻകറിയെ പറ്റി 2 വാക്ക്. മീൻകറി വെക്കാനും അറിയാം, നല്ല ഫുഡ്. അവള് നല്ല ചിക്കൻ കറി, അവിടെ അമ്മ കറി വെക്കുന്നേക്കാൾ സൂപ്പർ കറി വെക്കും. നല്ല കറിക്ക് ചിക്കൻ കറി നല്ല സൂപ്പർ കറി വെക്കും. പാപിയുടെ ഭാഗ്യമല്ലേ എന്നെ പോലെ സുബികയും സുസ്മിതയും സുശാന്തിയും ശാന്തി സുഗതിയുമായ ഒരു ഭാര്യയെ കിട്ടാൻ അവനിനി ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും കിട്ടുന്നില്ല. അറിയുമോ? അവൻ കുളിക്കില്ലല്ലോ. അവൻ കുളിക്കും. എന്താ എന്താ അച്ഛൻ പഠിക്കാം. നമ്മളുടെ അടുത്ത എന്റെ മമ്മിക്ക് എന്താണ് എന്നെ ശരി, ഞാൻ മമ്മി വിളി 2 വാക്ക് പറയാം. 2 വെക്കമേ. വാ വാ വാ, ഇനി നേരെ അങ്ങോട്ടോ വാ. ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ മമ്മിയെ കയറ്റേ വാ. ഇതാണ് മേഘയുടെ അമ്മ. അതെ, മേഘയുടെ അമ്മയാണ്. അമ്മയ്ക്ക് എന്താ പറയണോ എന്നെ കുറിച്ച്? നല്ല കുട്ടിയാണ്. വേറെ എന്റെ ഫുഡ്, എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി എന്താ? പക്ഷേ അവയ്ക്ക് നല്ല സമയത്തിന് ഫുഡ് വെച്ച് കൊടുത്താൽ മതി. അതാണ് എന്റെ വിഷമം. ആ അതാ കേട്ടോ ഒരു അമ്മയുടെ രോദനം. നീ കേട്ടാ? എല്ലാ കറികളായാലും കറക്റ്റായിട്ട് ഞാൻ പറയാണ്. കറികളായാലും എല്ലാം നന്നായിട്ട് ചെയ്യും. കുക്കിംഗ് നല്ലതായിട്ട് കുക്ക് ചെയ്യും. പിന്നെ സമയത്തിന് എഴുന്നേക്കുന്ന കാര്യമാണ് പ്രശ്നം. അല്ലേ? ഇനി വന്ന് 4 മണിക്ക് ക്ലോക്ക് ഉണ്ടോ ഇവിടെ സമയം നോക്കാൻ? ക്ലോക്കില്ല, ബാച്ചുമില്ല. ഇപ്പൊ തന്നെ അവർക്ക് 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ 6 മണി തൊട്ട് വിളിക്കണം. പക്ഷെ അവള് 7:55 ആകുമ്പോഴേ എഴുന്നേക്കത്തുള്ളൂ. 6:55 ആകുമ്പോഴേ എഴുന്നേക്കത്തുള്ളൂ. ഇല്ലേ? സത്യങ്ങളെല്ലാം നിന്റെ അനിയത്തെ വിളിച്ചാ? നീ വീഡിയോ കോൾ വിളിച്ചാ? എടുക്കോ? അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു മൊമെന്റ് കാണണം. വിളിച്ച് വീഡിയോ ആഡ് ചെയ്യാം നമുക്ക്. എക്സാം ക്ലാസ്സിൽ പോയപ്പോ അത്രേ ഉള്ളൂ അവർക്ക് പറയാം. അയ്യോ, ഒരു ഉമ്മയെ കൂടെ കൊടുക്കും. ഒരു ഉമ്മയെ കൂടെ കൊടുക്കും. എന്തൊരു ഉമ്മ കൊടുക്കാനാ? അത് പിന്നെ ക്യാമറ കട്ട് ചെയ്ത് ഇനി നിനക്ക് എന്താണ് പറയാനുള്ളത്? അയ്യോ എടാ, നീ മേഘ എന്നാണ് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ? മേഘ കണ്ടുമുട്ടിയെന്നാണ് നിനക്ക് അറിഞ്ഞൂടെ? കമ്മലിടാവനാ? ഓ ഡേയ്, GG ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യണത്. കഴക്കൂട്ടം ഗ്രീൻ ഫീൽഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടി. എന്തിനാവശ്യം? ആരോടാ? ഒരു ചൂട്ടുമില്ലേ? ഒരു ചൂട്ടുമില്ലേ? നിങ്ങൾ മറ്റേലോട്ടോ സ്ട്രീറ്റ് വീഡിയോ എന്നിട്ട് അതിന് മന്തി വാങ്ങിച്ചു. അന്ന് തൊട്ട് തുടങ്ങിയ ബാധയാണ്. എന്നെ പോലെ കിട്ടിയ നിനക്ക് എന്തിന് കിട്ടിയ
എന്നെ പോലെ എന്നെ പോലെ ഒരു എന്തെന്ന് ഒരു വൈറലായ ഒരു യുവതിയെ കിട്ടിയിട്ടുണ്ട്. ഞാൻ യുവതിയെ രണ്ടുവട്ടം യുവതിയെ രണ്ടുവട്ടം പറ. ഞാൻ കരയണ പറയാൻ കണ്ടിട്ടുണ്ട്. അതറിയാം. ഞാൻ നമ്മുടെ വണ്ടി കൂടെ പോയപ്പോ റീച്ച് വന്നെ കണ്ണിൽ പറ്റി. വണ്ടി ക്ലാസ്സോട് അല്ലല്ല, ശരിക്കും എന്താ വെച്ചാൽ ഞാൻ ഇവരെ കണ്ടു പോയപ്പോ ഇങ്ങനെ ഒരു കാർ പാസ്സായിപ്പോ അവിടുന്ന് റീച്ച് വന്നെ കണ്ടിട്ടുണ്ട്. മോനെ വല്ല വേണോ? മക്കളത്തോട്ട് എന്നെ വിളിച്ചെഴുതി. ശരിക്കും അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ പിന്നെ വയ്ക്കാറുണ്ടോ? എനിക്ക് നല്ലൊരു ഫുഡൊക്കെ സീരിയസ്ലി ഞാൻ ചിക്കൻ വെക്കും, മന്തി വെക്കും, മുട്ട വെക്കും. ഫേസ് വാഷ് കാണുന്നില്ല. ഡ്രസ് കൊണ്ടൊന്നുമില്ല കേട്ടാ, ഡ്രസ് കൊണ്ടൊന്നുമില്ല. ഇതെന്തുവാ? അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ അവർക്ക് ഒരു സ്റ്റൗ മേടിക്കാനായിട്ട് വന്ന് അവർക്ക് വീട്ടിൽ സ്റ്റൗ മാത്രം ഇല്ല അല്ലേ, നമുക്കൊരു സ്റ്റൗ മേടിക്കാം. സ്റ്റൗ പോലെ അവർക്ക് പണി കൊടുക്കുമ്പം സ്റ്റൗവിൽ തന്നെ പണി കൊടുക്കാം. അതാ ഇവിടെ എവിടെയാണ് സ്റ്റൗ ഉള്ളത്, അതോ ഇരിക്കണം. അതൊക്കെ വലുതാണ് കേട്ടോ. അതാ ഇത് തന്നെ. ദിസ് ഈസ് സ്റ്റൗ, പ്രീതി സ്റ്റൗ. ഏതാണ് നോക്കട്ടെ ഏതെടുക്കാൻ പറ്റുമെന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ അവൾക്ക് അടുപ്പ് മേടിച്ചു അല്ലേ. ഇനി അവൾ ഹാപ്പി ആയിട്ട് ചായ ഇട്ട് കൊടുക്കും. അയ്യോ പെണ്ണിന്റെ വാ ചേട്ടാ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീയാ, ബ്ലാക്ക് കോഫി ആയി, ബ്ലാക്ക് കോഫിയായി, വെള്ളമായി, അവസാനം കട്ടൻ ചായയായി. പാവം അബീര ഗതികേടി എന്നല്ലേ. എവിടെ നമ്മൾ അടുപ്പോടെ നമ്മൾ എടുക്കണോ ഗൈസ്? ഇനി നമ്മൾ ഇനിയിപ്പോൾ നേരെ അവളെ വീട്ടിൽ ഒന്നും കൂടെ കൊണ്ട് കൊടുത്തിട്ട് നമുക്കിനി വീണ്ടും ഇറങ്ങാം. പാവം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത്രയും ഹാപ്പി ആയിട്ടിരിക്കണം കണ്ടില്ല. കാരണം എല്ലാവരും ഉള്ളതുകൊണ്ടും പയ്യന്മാരും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ, ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റൗവൊക്കെ വാങ്ങിച്ച് നേരെ അവളെ വീട്ടിലോട്ട് വരികയാണ്. ഞാൻ വീട് കാണിച്ചു തന്നില്ലല്ലേ, ഞാൻ വീട് കാണിച്ചു കൊടുത്തില്ല. പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. കാരണം എല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണമുണ്ട്. ഒന്നും ഒതുക്കിയെന്നല്ല, പുതിയ വീടല്ലേ, എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കാണ് അവളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം പിന്നീട് ഒരു ദിവസം വന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. ജസ്റ്റ് വീഡിയോയിലുണ്ട് എന്തെങ്കിലും ചെറുതായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സ്റ്റൗവും സാധനങ്ങളൊക്കെ കൊണ്ട് അപ്പടി ഞാൻ കൊണ്ട് കയറിട്ട് എനിക്ക് കോമഡിയാണ് കയറണം പിടിച്ചു. ഗൈസ് നമ്മൾ സാധനമായിട്ട് വന്നു. ചേച്ചിയെ 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 എനിക്ക് ഞാനല്ല വാങ്ങിച്ച ചേച്ചിയില്ല ചേച്ചി എനിക്ക് ചേച്ചി മിക്സി ഗ്യാസ് സ്റ്റൗ സമ്മാനമായി നൽകിയ മലയാളം സമ്മാനമായി നൽകിയ ഐസി ചേച്ചിക്കും അബി അവറുകൾക്കും ഞാൻ ആശംസ പറഞ്ഞുകൊണ്ട് ചേച്ചി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുള്ളത്.
2 മിനിറ്റ് ഇനി കൈ പിടിച്ച് ചൂടാക്കടി. ഇനി കൈ പിടിച്ച് ചൂടാക്കി കൊടു. ആ ചായക്ക് വെള്ളം വേണം. ഇതിനകത്ത് ഏതിനകത്ത് ഇല്ല അവള് വെളിയിൽ ആ പൈപ്പ് തീരെ അടച്ചാണ് ബ്രോ. അടിവാതിലും തുറന്ന് വന്ന കറവാവലി. നീ വരുമ്പോ ഞാൻ ഇങ്ങനെ പാത്തിരിക്കാം. നമുക്ക് സാധനം എടുക്കാം കേട്ടോ. കൂട്ടുണ്ടോ പിന്നെ പുറത്തോട്ട് വരുന്നത് നീ വിളിക്കണ്ട വിളിക്ക് ഒന്നുകൂടി വിളിക്ക്. അല്ല ലോക്ക് ചെയ്തിട്ടേ മറ്റേ അരിപ്പ കിട്ടിയിരുത്ത് വെച്ചാൽ ഇതിനകത്തൊരു കോളിട്ട് കൊടുക്കും. അത് ഇത് ഓഫ് ചെയ്യുന്നത് വേണ്ടത്. എടി അത് ഓഫ് ചെയ്യണല്ലേ കൂട്ടി കൊടുത്തേക്കടി. ഏറ്റാ പോലെ അത് തീ അണയ്ക്കാൻ പറഞ്ഞപ്പോ തീ കൂട്ടി വെച്ചേക്കണ് കളര്. എനിക്കെന്റെ വീട്ടിൽ പോകണം. തീ നോക്കാൻ വല്ലതും തീ കൂട്ടി. അതല്ല തീ കുറക്കാൻ വന്നപ്പോ തീ കൂട്ടി. അല്ല എനിക്കറിയാം അച്ഛൻ എനിക്കറിയാം പെട്ടെന്ന് ടെൻഷൻ ആയിരിക്കും. പോയതല്ല കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു പറ്റില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചന്വേഷിക്കണം. തീർച്ചയായും ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിച്ചന്വേഷിക്കണം. അയ്യോ എന്താ ആ കയ്യിട്ടിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഞാൻ രാവിലെ പോയിട്ട് എനിക്കിപ്പോ ഷോപ്പിൽ ഭയങ്കര തിരക്കാ. ലേറ്റ് കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടാ. അയ്യോ ഈ ഗ്യാസ് ഓഫ് ചെയ്യുന്നവിടാ. ഗ്യാസ് ഓഫ് ചെയ്യുന്നവിടാ. വീട്ടില് അടിയില് കൊണ്ടുപോക്കോ വീട്ടിലോട്ട്. അതായത് ഉത്തമ ആ ഓഫ് അങ്ങോട്ട് തിരിക്കണം. അത് കണ്ടായിരുന്നു ഇപ്പൊ. അത് പെട്ടെന്ന് അത് ആ പെട്ടെന്നുള്ള കാര്യം പറയുന്നത്. പൊങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു. ജീവനുണ്ടെങ്കിൽ വീണ്ടും കാണാം. അങ്ങനെയല്ല ചത്തില്ലേ കാണാം. അയ്യോ ഗൈസ് അങ്ങനെ നമ്മുടെ വീട് പാല് കാച്ച് വ്ളോഗാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മള് വീഡിയോ എടുത്തു ചിരിച്ച് ഇവരെ കൂട്ടത്തിൽ ഞാൻ മാത്രം ഒളിച്ച് അതന്നെ 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 ബുദ്ധിയുള്ളത്. ബാക്കി എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് ഈ പറയണ വരെ കാണുമ്പോ മനസ്സിലാവും അല്ലേ? നിങ്ങൾ എല്ലാവരും കാണണം. കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇത് പൊന്നിടാവേ. അല്ലേ ന്യൂ സ്റ്റാർട്ടിങ് ന്യൂ ജേർണി. എനിക്ക് വേണ്ടി പൂജ വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് വേണ്ടി പൂജ വല്ലതും ചെയ്യുന്നുണ്ടോ? രണ്ട് പൈസ No. കഷ്ടമുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങൾ കുടുംബമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അടിച്ചു പൊളിക്കുക Yes. അല്ലേ അമ്മ? നീ ഇടയ്ക്കിടയ്ക്ക് വരണം. നമുക്ക് ഇവരെ എന്താണ് പറയാനുള്ളത്? ഇനി സന്തോഷമായിട്ട് ജീവിക്കുക കണ്ട പറഞ്ഞ കേട്ടാ. സന്തോഷം എപ്പോഴും എപ്പോഴും. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഓക്കെ അപ്പോ കളിച്ച് സമയം കളയല്ലേ. ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാണ്. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ ബൈ ബൈ.